വഴി തെറ്റുമ്പോൾ. രചന വിജയ് സത്യ. ഡാ ദേവ, സൂപ്പർ സാധനമാ. ചിലപ്പോൾ നിന്റെ അഭിരുചികൾക്ക് ചേരുന്ന വല്ലതും അവളിൽ നിന്നും നിനക്ക് കിട്ടിയേക്കും. ഒന്ന് പോയി കണ്ട് രുചിച്ചു നോക്കാം. അത്രയ്ക്കെന്ത് പ്രത്യേകതയാണ് അവളിലുള്ളത് മുരളി? അതൊക്കെയുണ്ട്. കാണാൻ പോകുന്ന പോലും എന്തിനാ പറയുന്നേ? കൂട്ടുകാരൻ്റെ പ്രോത്സാഹനം കുറേ നാളായി തുടരുന്നു. അതുകൊണ്ട് ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചുപോയി. വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ എന്ന ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ദേവൻ? മുരളി ചോദിച്ചു. ഉണ്ടോന്നോ? ഒരുപാട് പ്രാവശ്യം. എന്താ? അവൻ അത്ഭുതം പൂണ്ട് ചോദിച്ചു. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അത് വെറും കവിഭാവനയാണെന്ന്. മുരളി അത്രയും പറഞ്ഞ് പകുതിക്ക് നിർത്തി. അല്ലേ? അല്ലടാ, അതുപോലെ ശരീരമുള്ളവരും ഉണ്ട് ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ. മേലാകെ നറും വെണ്ണ പോലെ. അവരുടെ കൈ വിരൽ പോലും സ്പോഞ്ച് പോലെയാ. ആണോ? എനിക്കറിയില്ല. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെ, നിനക്കറിയില്ല. കാരണം എന്താ? അങ്ങനെയുള്ളതിനെ നീ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഇവളെയൊന്ന് കണ്ടാൽ, അല്ലെങ്കിൽ തൊട്ടാൽ, കരിങ്കല്ല് പോലുള്ള മസിലും ദേഹമുള്ള നമ്മുടെ ഭാര്യമാരെയൊക്കെ കിണറ്റിലിടാൻ തോന്നും. സത്യം. അത്രയ്ക്കും പൊളിയാ? ആണെന്നേ. വന്ന് കണ്ടു നോക്ക്. ഞാനും ആദ്യമായി നിന്നോടൊപ്പം കട്ട് തിന്നാൻ വരാം. നിനക്ക് അക്കാര്യത്തിൽ ഒരു താല്പര്യം വന്നപ്പോൾ എനിക്കും ഒരു പൂതി. കഷ്ടപ്പെട്ട് വളഞ്ഞതാ. ഇത്രയും ഭംഗിയുള്ള ഇവളുമാരൊക്കെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? അത് സസ്പെൻസ്. അവിടെ എത്തിയിട്ട് നേരിട്ടറിയാം. വേണോ? മുരളി പോണോ? എന്നാലും എൻ്റെ ജോത്സന അവളെ ചതിച്ചുകൊണ്ട്. ഇത് നല്ല കൂത്ത്. ഭാര്യയ്ക്ക് ഇപ്പോൾ പഴയ മൂടില്ല. ഈ കാര്യത്തിൽ എന്തോ വലിയ താല്പര്യക്കുറവ് പോലെ എന്നൊക്കെ നീ തന്നെയല്ലേ പറയാറ്. അതിനുള്ള ഒരു പരിഹാരം എന്നല്ലേ ഞാൻ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ ഇവിടത്തേക്ക് കൊണ്ടുപോകുന്നത്. അതല്ലടാ, ജോത്സന പകലാണെങ്കിൽ മുഴുവൻ നേരം കുട്ടികളുടെ കൂടെ വായിട്ടലിച്ച് സ്കൂളിൽ പഠിപ്പീര്. അതുകൂടാതെ വന്നിട്ട് ബി.എഡ് കൂടി പഠിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ ഒന്നിനും താല്പര്യമില്ലാത്തത്. ആഹാ, ഇപ്പോൾ അങ്ങനെ ആയല്ലോ. ദേവ, നീ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ജോത്സന ഇന്ന് അനുഭവിക്കുന്ന പ്രയാസം അന്ന് നിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചപ്പോൾ പാതിരാത്രിയിൽ ഭർത്താവിൻ്റെ കൂടെ പായൽ കിടക്കുമ്പോൾ എന്ത് പഠിപ്പ്, ഒന്നും സഹകരണമില്ല എന്നൊക്കെയല്ലേ നീ കിടന്ന് കാറിയത്. മാത്രമോ? അത്രയൊന്നും പ്രായമായല്ലോ രണ്ടുപേർക്കും. മോനാണെങ്കിൽ 5 വയസ്സ്. ഇപ്പോഴേ ഭാര്യ വിരക്തി കാണിച്ചാൽ പിന്നെ ഏത് ഭർത്താവാണ് വേറൊരാളെ തേടി പോകാത്തത്? തൽക്കാലം എനിക്കുള്ള മോഹം അടക്കാൻ ഏതെങ്കിലും ഒന്നിനെ നോക്ക് എന്നുമൊക്കെ പറഞ്ഞ് എന്നെ വട്ടാക്കിയിട്ട് അച്ചോടാ ഇപ്പോൾ ഭാര്യയെ ചതിക്കാൻ പോകുന്നെന്ന സഹതാപം കൊണ്ടുവന്നിരിക്കുന്നു. കഷ്ടം. സോറി മുരളി, നീ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കുറച്ചല്ല, നല്ലതുപോലെ കാര്യമുണ്ട്, മുരളി കൂട്ടിച്ചേർത്തു. ദേവൻ മംഗലത്തിൻ്റെ രചനകൾ കേരളക്കരയിലെ വായനക്കാർക്ക് ഏറെ ഇഷ്ടമാണ്. നല്ലൊരു സഹൃദയ വൃന്ദം തന്നെയുണ്ട് ദേവൻ മംഗലത്തിന്. ഹൃദയസ്പർശിയായ ജീവിതാനുഭവങ്ങൾ കഥകളായി വരുമ്പോൾ ആരും കലാകാരനെ ഒന്ന് അഭിനന്ദിക്കും. അങ്ങനെയുള്ള നോവലുകളും ചെറുകഥകളുമാണ് ഒന്നിനു പിറകായി ഒന്നായി ഈ ദേവൻ്റേതായി അച്ചടിച്ചു വരുന്നത്. അതിനാൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന വായനക്കാരുമുണ്ട്. പണ്ട് ദേവൻ കോളേജിൽ പഠിക്കുമ്പോൾ തൻ്റെ ജൂനിയറായ ജോത്സനയുമായി പ്രണയത്തിലായിരുന്നു. കുറേ നാൾ ആ പ്രണയം നീണ്ടു. ഇതിനിടെ ദേവന് പഠിത്തമൊക്കെ കഴിച്ച് കോളേജ് ലെക്ചറായി ജോലിയിൽ കിട്ടി. ഇഷ്ടപ്രണയിനി അപ്പോഴും പ്രണയം തുടരുകയായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ ജോത്സനയ്ക്കും ജോലി കിട്ടി, LP സ്കൂളിൽ ടീച്ചറായിട്ട്. വർഷങ്ങളായി പ്രേമിച്ചു വലഞ്ഞ 2 പേരും വീട്ടുകാരുടെ അനുമതിയോടെ വിവാഹം കഴിച്ചു. അതിലൊരു കുട്ടിയുമുണ്ട്. അവനാണ് കശ്യപ് ദേവ്. അമ്മ ജോത്സനയുടെ കൂടെ സ്കൂളിൽ UKG അവൻ പഠിക്കുന്നു. വീട്ടിലുള്ള ജോലിയൊക്കെ തീർത്ത് കുഞ്ഞിനെയും കൊണ്ട് വേണം സ്കൂളിൽ പോകാൻ. അത് കഴിഞ്ഞ് പിള്ളേരോട് പടവെട്ടി തിരിച്ചു വന്ന് B.Edൻ്റെ നോട്ട്സൊക്കെ പഠിക്കണം. അതും കഴിഞ്ഞ് തളർന്ന് കിടക്കുമ്പോൾ നേരം ഒത്തിരി വൈകിട്ടുണ്ടാകും. അപ്പോഴേക്കും കഥാകൃത്തായ ദേവൻ ഉറങ്ങി കൂർക്കം വലിക്കുന്നുണ്ടാവും. ഈ കാലയളവ് അല്പമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ദേവനോട് അവൾ പറഞ്ഞിരുന്നു. വീണ്ടും ഗർഭിണിയായാൽ തൻ്റെ പഠനം ഉഴപ്പുമെന്നുള്ള ഭയവും അവൾക്കുണ്ട്. അതാകാം
സത്യത്തിൽ അവൾ സ്വകാര്യ നിമിഷം ചിലവഴിക്കുന്നതിൽ വിമുഖത പുലർത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുരളിയുടെ കണ്ടുപിടുത്തം സത്യമാണോ എന്നറിയാൻ ശനിയാഴ്ച ലീവുള്ള ഒരു സുദിനം തിരഞ്ഞെടുത്തു. അവൻ പറഞ്ഞ ആ പെണ്ണിനെ കാണാൻ പോകണം. ദേവൻ മുരളിയോടൊപ്പം അവളെ കാണാൻ പുറപ്പെട്ടു. ആ ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിൽ അവരെത്തി. അവൾ അവരെ വീടിൻ്റെ ആദ്യത്തെ മുറിയിൽ സ്വീകരിച്ചിരുത്തി. സംഭവം സത്യം തന്നെയാണ് എന്ന് ദേവന് തോന്നി. എന്തൊരു സുന്ദരിയാണ്! വെളുത്തു മെലിഞ്ഞ ഒരു പാവം പെൺകുട്ടി. ഓയിൽ സാരിയാണ് വേഷം. നന്നായി ഇണങ്ങുന്നു അവൾക്ക് ആ സാരി. ആരാടി അത്? അത് കസ്റ്റമറാണ് ചേട്ടാ. അകത്തു നിന്നും അത്ര വ്യക്തമല്ലാത്ത ഒരു പുരുഷ ശബ്ദം. സ്ഫുടത എന്തോ കാരണം നഷ്ടപ്പെട്ട പോലെ ഉണ്ട് ആ ശബ്ദത്തിന്. വെള്ളമടിച്ചിട്ടായിരിക്കുമോ? ആരാ മുരളി അത്? ദേവൻ ചോദിച്ചു. അത് അവളുടെ ഭർത്താവ് അകത്ത് കിടക്കുകയാണ്. നല്ല ഫിറ്റാണല്ലേ? ഏയ് അല്ല, ആക്സിഡൻ്റായിട്ട് ഇരു കാലുകളും പോയിട്ട് കിടക്കുക. അല്പം വർഷങ്ങൾക്ക് മുമ്പ് ഏതോ നാട്ടിൽ നിന്ന് പ്രേമിച്ച് ഇങ്ങോട്ട് വന്നതാത്ര രണ്ടാളും. കൃത്യമായി പറഞ്ഞാൽ 5-6 വർഷമായി. ആളൊരു പാണ്ടി ലോറി ഡ്രൈവറായിരുന്നു. ആക്സിഡൻ്റ് ആയതിനാൽ കുറേ നാൾ ഹോസ്പിറ്റലിലായിരുന്നു. കാലൊക്കെ മുറിച്ച് ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ കിടന്നതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കാതായി. അപ്പോൾ ഇൻഷുറൻസ് മറ്റും. ഹോസ്പിറ്റലിൽ തീർന്ന കാശിന് കണക്കായി ആ ലോറി മുതലാളി അതൊക്കെ ഈടാക്കിയിട്ട് ബാക്കി കൊടുത്ത് നക്കാപ്പിച്ച കൊണ്ട് ഇവിടെ വാടക കൊടുത്ത് തീർത്തു. അതൊക്കെ കഴിഞ്ഞ് 3 വർഷമായി. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ പോറ്റാനും ഭർത്താവിനെ പുലർത്താനും ഇതേ അവൾക്ക് വഴിയുള്ളൂ. അതൊക്കെ വിട്, നമ്മളെന്തിനാ ഇതൊക്കെ അറിയുന്നത്? അവരായി അവരുടെ പാടായി. നമുക്ക് അപ്പം തിന്നാം, കുഴിയെണ്ണണ്ട. അല്പം കഴിഞ്ഞ് കാണും. അവൾ മുഖമൊക്കെ കഴുകി റെഡിയായി വന്നു. വേഗം വേണം, എനിക്ക് മകൻ്റെ മുടി വെട്ടാൻ മാർക്കറ്റിൽ ബാർബർ ഷോപ്പിൽ പോകാനുണ്ട്. ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോന്നോളൂ. അതും പറഞ്ഞ് അവൾ വീടിൻ്റെ വേറൊരു മുറിയിലേക്ക് കുണുങ്ങി നടന്നുപോയി. നീ ആദ്യം പോയിക്കോ ആ റൂമിലേക്ക്. മുരളി ദേവനെ പ്രോത്സാഹിപ്പിച്ചു. ഈശ്വര, ഇവളുടെ കഥ ഇത്രയും ദയനീയമാണെന്ന് പ്രതീക്ഷിച്ചില്ല. സെക്സ്, പാഷനോ കാമപ്രാന്തമോ വല്ലവളുമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന കൺസെപ്റ്റ് വിശ്വസിച്ചിട്ട് ഇപ്പോൾ അരച്ചാണ് നീളമുള്ള 3 വയറ് പുലരാനാണല്ലോ എന്നോർത്തപ്പോൾ ദേവന് വല്ലാത്തൊരു നൊമ്പരമായി. അവൾ റൂമിൽ നിന്നും വീണ്ടും തലയിട്ട് നോക്കി. ഷോ, എന്താ വരാത്തെ? നേരം പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ദേവന് എഴുന്നേൽക്കാതെ വയ്യെന്നായി. മടിച്ചാണെങ്കിലും യാന്ത്രികമെന്നോണം ദേവൻ അവളുടെ മുറിയിലേക്ക് പോയി. ദേവൻ അകത്തു കടന്നതും അവൾ കതകടച്ച് കുറ്റിയിട്ടു. ദേവനാകെ പരവശം വരുന്നതായി തോന്നി. ഒരു ഭാഗത്ത് ജ്യോത്സനയുടെ മുഖം തെളിയുന്നു, മറുഭാഗത്ത് ഏതോ അരുതായിക ചെയ്യുന്നുവെന്ന തോന്നൽ പിടിമുറുക്കുന്നു. ആദ്യമായിട്ടാണോ നിങ്ങൾക്ക്? വല്ലാത്ത പരിഭ്രമം കാണുന്നല്ലോ. അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. ഏയ്, പരിഭ്രമം അതിൻ്റേതല്ല. പിന്നെ എന്താ പേര്? പേരറിയാത്തത് കൊണ്ടാണോ പരിഭ്രമം? എന്തിനാ പേരൊക്കെ? ചുമ്മാ അറിയാൻ. എൻ്റെ പേര് ഗൗതമി. എത്ര വരെ പഠിച്ചു? +2. പിന്നെ പോയില്ലേ? ഡിഗ്രിക്ക് പോകാനിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഭദ്രേട്ടൻ്റെ കൂടെ ഒളിച്ചോടേണ്ടി വന്നു. അതിനുശേഷം ഉള്ളത് മുരളി എന്നോട് അറിഞ്ഞിട്ടുണ്ട്. ജീവിക്കാനായി നല്ലൊരു ജോലി കിട്ടിയാൽ ഇത് വേണോ ഗൗതമിക്ക്? വിദ്യാഭ്യാസം പോലും നേരെ പൂർത്തിയാക്കാത്ത പാവങ്ങളായ നമുക്കൊക്കെ ആരാം ജോലി തരുന്നത് മാഷേ? അതും പറഞ്ഞ് അവൾ തൻ്റെ മടിക്കുത്ത് അഴിക്കാൻ ഒരുങ്ങിയപ്പോൾ, സ്റ്റോപ്പ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദേവൻ അവളോട് പറഞ്ഞു. എന്താ? നിങ്ങൾക്ക് എന്ത് പറ്റി? എന്ത് കാര്യമാണ് പറയാനുള്ളത്? ക്ഷമിക്കണം, ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എന്നാലും ഒട്ടും വൈകാതെ അത് പറയണം. നീ ഈ ജോലി ചെയ്ത് ജീവിക്കേണ്ടവളല്ല. നിനക്ക് ചേർന്ന് നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാം. ഇതൊക്കെ ഉപേക്ഷിച്ച് മാന്യമായി ജീവിക്കാൻ വരുമാനമുള്ള ജോലി. അതൊന്നും വേണ്ട സാറേ. സാറ് വേഗം വന്ന കാര്യം സാധിച്ചിട്ട് മടങ്ങിയാട്ടെ. അവൾ അസഹ്യത പ്രകടിപ്പിച്ചു. ഓക്കെ, ആട്ടെ. എത്രയാണ് നിൻ്റെ ഒരു നേരത്തെ റേറ്റ്? അവൾ തുക പറഞ്ഞു. ദേവൻ പേഴ്സ് എടുത്ത് അതിൽ നിന്നും കുറേ നോട്ടുകൾ വാരിയെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇതാ, അതിൻ്റെ എത്രയോ ഇരട്ടി കാശുണ്ട്. എനിക്ക് നിൻ്റെ ശരീരം വേണ്ട, കൂടെ എൻ്റെ കാർഡ്, ഇതിൽ എൻ്റെ നമ്പറുണ്ട്. എന്തെങ്കിലും മാറ്റം മനസ്സിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗതമിക്ക് വിളിക്കാം. നിനക്ക് ഇഷ്ടമുള്ള മാന്യമായ ഒരു ജോലി ഈ സ്ഥലത്ത് തന്നെ ശരിയാക്കി തരാം. അവളുടെ കണ്ണ് നിറഞ്ഞു.
ആരും ഇതുവരെ ഒരു സഹായമായി വന്നില്ല. മാത്രമല്ല എല്ലാവർക്കും തൻ്റെ ശരീരത്തിലായിരുന്നു കണ്ണു. ഞാൻ വരാം സാർ. എനിക്കൊരു നല്ല ജോലി കിട്ടിയാൽ ഞാനിതെല്ലാം നിർത്താം. എനിക്കും സമൂഹത്തിൽ മാന്യമായി ജീവിക്കണമെന്നുണ്ട്. നാളത്തെ കഴിഞ്ഞ് വിളിക്കും. ഉറപ്പായും നിനക്ക് പിറ്റേന്ന് തന്നെ ജോലിക്ക് പോകാം. അതും പറഞ്ഞ് ദേവൻ കതകിൻ്റെ കുറ്റിമാറ്റി പുറത്തിറങ്ങി. വാ പോകാം. മുരളി അടുത്ത് ചെന്ന് അവനെ നോക്കി പറഞ്ഞു. പോകാനോ? അപ്പോൾ ഞാൻ? ഒന്ന് വാടോ. അതൊന്നും ശരിയല്ല. നമുക്ക് ഇത് ശരിയായില്ല. അത് കൊള്ളാമല്ലോ. നീ കാര്യം സാധിച്ചു. ഞാനിവിടെ വെള്ളമിറക്കി നിന്നത് മിച്ചം. ഞാനൊന്ന് പോകട്ടെടാ. വെയിറ്റ് ചെയ്യ്. ഛേ, അതൊന്നും നമുക്ക് വേണ്ട. മുരളി നീ വാ. എന്താ ദേവകാര്യം? അവളുമായി ഉടക്കിയോ? ദേവൻ മുരളിയെ ചെയറിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അല്പം മാറ്റി സാവധാനം കാര്യമെല്ലാം പറഞ്ഞു. അവളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. അവൾ ഗതികേട് കൊണ്ടാണ് ഇതിനിറങ്ങിയത്. ഭർത്താവിന് ഏർപ്പെട്ട ദുരന്തം കാരണം ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെ നശിക്കാൻ വിടരുത്. അത് ശരിയാ. തരത്തിന് അവളെ ഫോണിൽ കിട്ടിയപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനും ഒരു ദുർബല നിമിഷത്തിൽ ജീവിതം വെച്ച് പന്താടാൻ തീരുമാനിച്ചു പോയി. എന്നോട് ക്ഷമിക്കൂ. നിന്നെയും ഇതിൽ വലിച്ചിഴച്ചത് തെറ്റായിപ്പോയി. ഏയ്, എന്തിനാ ക്ഷമ? അത് കാരണം ഇവളെ കാണാനും ഇവളുടെ ദുഃഖം അറിയാനും സാധിച്ചല്ലോ. അത് നല്ല കാര്യമല്ലേ? ജീവിതം ഗതിമുട്ടി വഴിതെറ്റിപ്പോകുന്നവരുടെ കൂടി ആ തിന്മയുടെ ഗുണഫലങ്ങൾ ആസ്വദിക്കുമ്പോഴല്ല മനുഷ്യനാവുന്നത്. മറിച്ച് ജീവിതത്തിൽ വഴിതെറ്റുന്നവർക്ക് വഴി അറിയുന്നവർ ഒരു കൈത്താങ്ങായി നിന്ന് നേരായ വഴി പറഞ്ഞു കൊടുത്ത് അവരെ നന്മയിലേക്ക് നയിക്കുമ്പോഴാണ്. ആഴ്ചകൾക്കുള്ളിൽ ദേവനുമായി ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട ഗൗതമിക്ക് ദേവൻ്റെ പരിചയത്തിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ദേവൻ തിരക്കേടില്ലാതെ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. ജോലിക്കിടെ തന്നെ ആ കമ്പനിയുടെ ഉന്നത പോസ്റ്റിലേക്കുള്ള ജോലി സാധ്യതയുള്ള തുടർ വിദ്യാഭ്യാസത്തിന് സാങ്കേതിക പരിശീലനം ഏർപ്പാട് ചെയ്തു കൊടുത്തു. ഗൗതമിയുടെ ഭർത്താവിന് വീട്ടിൽ വീൽചെയറും പുറത്ത് സഞ്ചരിക്കാൻ 3-വീൽ വെഹിക്കിളും നൽകി. ഭദ്രൻ അതിൽ സഞ്ചരിച്ച് ലോട്ടറി വിറ്റ് സ്വയം വരുമാനവും ഉണ്ടാക്കി തുടങ്ങി. ഇരുളടഞ്ഞു പോകേണ്ട ഗൗതമിയുടെ ജീവിതം സന്തോഷത്തിൻ്റെ പൊൻകിരണങ്ങൾ ഒളിവീശി തുടങ്ങി.